Hi guys, welcome to my channel Wanderlust. But there is a small change. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ വാണ്ടർലസ്റ്റ് എന്നാണ്ടായിരുന്നു. കൂടുതലൊന്നും റിസർച്ച് ചെയ്യാതെ ജസ്റ്റ് എടുത്തു പിടിച്ചു എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം പേര് അങ്ങനെ ഇട്ടത്. പിന്നെ ഞാനൊരു മൂന്നാല് വീഡിയോസ് ഇട്ടു. അതിൽ എനിക്ക് ഒരു വീഡിയോയിൽ അത്യാവശ്യം കിട്ടി, അതായത് 1.4K വ്യൂസ് കിട്ടി. ലൈക്ക് ഞാൻ പൊതുവെ ലോങ് സ്ട്രെച്ച് വീഡിയോ ആണ് ഇടാറ്. കൂടാതെ ഞാൻ ട്രാവൽ വ്ളോഗ്സിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അത് ഏകദേശം ഐ തിങ്ക് 1 ഇയർ ആവാറായി ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ. ബിക്കോസ് എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്യൂസ് വന്നു. പിന്നെ കൂടാതെ ഞാൻ ഈ യൂട്യൂബിൻ്റെ കാര്യമൊക്കെ ഫുൾ കംപ്ലീറ്റ് വിട്ടുപോയി. പിന്നെ ഞാൻ ട്രാവലും ഒന്നും വലുതായിട്ട് ചെയ്തില്ല. ഞാൻ രണ്ടു മൂന്ന് വട്ടം ബാംഗ്ലൂർ പോകണ്ടായി. ആ സമയത്തുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലത്തൊരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു, ശൂലംബാണ്. അവിടെ പോയതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ലൈക്ക് എന്തായാലും വേറെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് എൻ്റെ ചാനലിലൂടെ കവർ ചെയ്യാം. അപ്പം പിന്നെ കൂടുതൽ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോൾ ഇതേ പേരിൽ കുറേ യൂട്യൂബ് ചാനൽസ് ഉള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ കുറച്ച് ഇൻഡെപ്ത് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് പിന്നെ AI ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ചാനലിൻ്റെ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരു റീബ്രാൻഡിങ് പോലെയൊക്കെ ആയിരുന്നു ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ റീബ്രാൻഡ് ചെയ്ത പുതിയ ചാനലിൻ്റെ പേരാണ് ഡിജിറ്റൽ ഡയറി ബൈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. സോ ലൈക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ ഓരോ യാത്രകളും എൻ്റെ ഡേ ടു ഡേ ലൈഫും ഞാനിതിൽ മെൻഷൻ ചെയ്തിടുന്നത് വളരെ നല്ലൊരു സംഭവമാണ്. ലൈക്ക് ഞാൻ ഡയറി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഓഫ്കോഴ്സ് ഐ ഡു ഹാവ് എ ഡയറി വിത്ത് മീ. ഞാനിതിൽ ഓൾമോസ്റ്റ് എൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ എഴുതാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാറൊന്നുമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട്. ഞാൻ വിചാരിച്ചു ലൈക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. സോ അത് ലൈക്ക് എൻ്റെ ഒരു ഡിജിറ്റൽ ഡയറി എന്തുകൊണ്ട് ലൈക്ക് ആക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത എൻ്റെ മൈൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കണ്ടെത്തിയത്. അതേപോലെ ഡിജിറ്റൽ ഡയറി ബൈ വിഷ്ണു. സോ ഇത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഇന്നാണ് ഞാൻ അത് എൻ്റെ ചാനലിൽ ഞാൻ ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വാണ്ടർലസ്റ്റ് ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് ലിയോയുടെ റിയാക്ഷൻ കൂടി ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അവിടെ തൊട്ടായിരുന്നു സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. സോ ഞാൻ ഐ വിൽ ബി റിവ്യൂയിങ് മൂവീസ് ആൻഡ് ലൈക്ക് അപ്കമിങ് മൂവീസ് ആണെങ്കിൽ തിയേറ്ററിൽ ചെന്നിട്ട് ഞാൻ റിവ്യൂ ലൈക്ക് കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന രീതിയിലായിരിക്കും. ആൻഡ് OTT ഇറങ്ങുന്ന മൂവീസ് റിവ്യൂ, അതാണ് എൻ്റെ ഇപ്പോഴത്തെ പരിപാടി. ഞാൻ പറഞ്ഞു തന്നു, ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ മൂവി റിവ്യൂസ് ആയിരിക്കും കൂടുതൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പുറത്ത് പോകുമ്പോൾ എന്താ പറയുക, ഞാൻ വ്ളോഗ് ചെയ്യുന്ന ലൈക്ക് ട്രാവൽ വീഡിയോസ് ഒക്കെ ആൻഡ് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ കൺവേ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ വെച്ചേക്കുന്നത്. ഫ്യൂച്ചറിൽ എനിക്ക് പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഫോർച്ചുനേറ്റ്ലി എല്ലാം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ ദിസ് ഇസ് ടുഡേ November 1st, 2025 എന്നാണ് ഞാൻ റീബ്രാൻഡ് ചെയ്തിട്ട് ചാനലിലെ വീഡിയോ ഇറക്കുന്നത്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് ഡു സപ്പോർട്ട് മീ ആസ് വെൽ. ഓക്കെ, സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.